ഞാൻ ഇന്ന് വരുന്നില്ലെന്ന് പറയമ്മായി, പ്ലീസ് പ്ലീസ് പ്ലീസ്. അവൾ മാലതിയെ നോക്കി കെഞ്ചി. ഇന്നിവിടെ നിൽക്കേണ്ട ദാസേട്ടാ, എല്ലാവരും ഉള്ളതല്ലേ. മാലതി കൂടി പറഞ്ഞപ്പോൾ ദാസൻ സമ്മതിച്ചു. അയാൾ വൈകാതെ എല്ലാവരോടും യാത്ര പറഞ്ഞിറങ്ങി. ഡെന്നി പല്ലുകടിച്ച് ഗൗരിയെ നോക്കി. ഈ കോഴി എന്തിനാ അങ്ങന്റെ കൂടെ നിൽക്കുന്നേ? വീട്ടിൽ പൊക്കൂടെ? മിഴി അവളെ കൂർപ്പിച്ചു പോയിക്കൊണ്ട് ചോദിച്ചു. അങ്ങനെ ചോദിക്കും മോളെ, വലിഞ്ഞേറി വന്നേക്കാം, പോവാൻ പറ. നന്ദൻ മിഴിയെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് പറഞ്ഞു. ഗൗരി പെട്ടെന്ന് ട്രീസയുടെ മടിയിൽ നിന്ന് എഴുന്നേറ്റു. എല്ലാവരും അവളെ നോക്കി. അവളെ എല്ലാവരെയും നോക്കി ഒരു മങ്ങിയ ചിരിയിച്ച് അകത്തേക്ക് നടന്നു. മോളെ, നീ എങ്ങോട്ടാ? ദൈവന് പ്രാന്ത, നീ ഇവിടെ ഇരിക്കും. മാലതി നന്ദന് ദേഷ്യത്തിൽ നോക്കിക്കൊണ്ട് പറഞ്ഞു. നന്ദനും പെട്ടെന്ന് അവൾ എഴുന്നേറ്റപ്പോൾ വിഷമമായി. ഒന്ന് കളിയാക്കാൻ പറഞ്ഞാണ്. അവൾക്ക് വിഷമാവെന്ന് കരുതിയില്ല. ഞാൻ അടുക്കളയിലേക്കാം, എനിക്ക് വിശക്കണു, വല്ലതും തിന്നാൻ കിട്ടുമോ നോക്കട്ടെ. അവൾ നന്ദനെ നോക്കി പുച്ഛിച്ചുകൊണ്ട് അകത്തേക്ക് നടന്നു. എല്ലാവരും അവൾ പോയ വഴിയെ വാപൊളിച്ചിരുന്നു. ഡെന്നിയാണെങ്കിൽ നിനക്ക് ഇതിലും വലുതൊന്നും വരാനില്ലെന്ന രീതിയിൽ നന്ദനെ നോക്കി. നന്ദൻ ഗൗരി പോയ വഴിയൊരു നെടുവീർപ്പിട്ടു. അല്ല, കളത്തിങ്കിലേക്ക് പോടില്ലേ നിങ്ങള്? ബാലൻ ചോദിച്ചു. പോണം, നാളെ രാവിലെ പള്ളിയിൽ പോയി അപ്പച്ചനൊന്ന് കണ്ടിട്ട് വേണം അങ്ങോട്ട് പോവാൻ, ഡെന്നി എല്ലാവരോടായി പറഞ്ഞു. ട്രീസ നനഞ്ഞ മിഴികൾ സാരി തലപ്പുകൊണ്ട് ഒപ്പി. അപ്പോഴേക്കും കയ്യിൽ ലഡുവിന്റെ വലിയ ടിന്നുമായി ഗൗരി എത്തി. നന്ദനെ നോക്കി വീണ്ടും പൂച്ഛിച്ചുകൊണ്ട് അവൾ നിലത്തിരുന്നു. ലഡു കണ്ടതും മിഴി നൈസായി ഡെന്നിയുടെ മടിയിൽ നിന്ന് എഴുന്നേറ്റ് ഗൗരിയുടെ അടുത്ത് ചെന്ന് നിന്നു. എന്താ? ഗൗരി പാത്രത്തിൽ നിന്ന് തലയുയർത്തി മിഴിയെ നോക്കിക്കൊണ്ട് ചോദിച്ചു. കോരി ഇന്ന് ഞങ്ങളുടെ അടുത്ത് കരുന്നറ്റോ? മിഴി ഇളിച്ചുകൊണ്ട് പറഞ്ഞു. കുറച്ചു മുന്നേ അങ്ങനെയല്ലല്ലോ പറഞ്ഞ്. അവൾ പാത്രത്തിൽ പിടിമുറുക്കിക്കൊണ്ട് ചോദിച്ചു. ഈ കോഴിയുടെ ഒരു കാര്യം ഞാൻ തമാശ പറഞ്ഞല്ലേ? മിഴി നൈസായി അവളുടെ മടിൽ കയറിയെന്നോട് പറഞ്ഞു. അപ്പൊ ഇനി മുതൽ നമ്മൾ ഫ്രണ്ട്സ് അല്ലേ? ഗൗരി ഗൗരവത്തിൽ ചോദിച്ചു. ഫ്രണ്ട്സ്? മിഴി ലഡുവിലേക്ക് നോക്കി കൊതിയോടെ പറഞ്ഞു. ഈ വാദയുടെ കൂടെ ചേർന്ന് എന്നെ ഇനി കളിയാക്കുവോ? നന്ദനെ ചൂടി അവൾ ചോദിച്ചു. ഇല്ല, സത്യം. മിഴി വാക്കുകൊടുത്തു. ഇന്നാ അവൾ ലഡു കൊടുത്തോണ്ട് പറഞ്ഞു. ഒരു ലഡുവിന് വേണ്ടി നിന്റെ മോള് നൈസായിട്ട് നിന്നെ ഒറ്റ കൊടുത്തു. നന്ദൻ ഡെന്നിയുടെ ചെവിയിലായി പറഞ്ഞു. നീ എവിടെയും പോയി കിടന്നോ, ഞങ്ങളുടെ റൂമിൽ കിടക്കണ്ട, ഡെന്നി ഗൗരിയോട് പറഞ്ഞു. അയ്യടാ, കല്യാണം കഴിഞ്ഞിട്ടില്ലല്ലോ, അത് കഴിഞ്ഞു മതി, ഒരുമിച്ചുള്ള കിടത്താം, ഗൗരി കാർന്നോമാരുടെ പോലെ പറഞ്ഞു. ആദ്യം ഇവള് പറഞ്ഞു. ശരിയാ, നാളെ പള്ളിയിൽ പോയി അച്ഛനെ കണ്ട് സംസാരിക്കണം, ഒരു മിന്നി ഇട്ടിട്ട് മതി, ഇനി ഒരുമിച്ച് റൂമിൽ. ട്രീസ അന്ത്യശാസനം കൽപ്പിച്ചു. അമ്മച്ചി, ഡെന്നി ദയനീയമായി വിളിച്ചു. ഒരമ്മച്ചിയില്ല, നീ ഇന്നുമുതൽ നന്ദന്റെ കൂടെ കിടന്നാ മതി, ചെല് പോയി കിടക്കാൻ നോക്ക്. ട്രീസ അതും പറഞ്ഞ് എഴുന്നേറ്റു. ഓൾഡ് പീപ്പിൾസ് ഒക്കെ അങ്ങനെ ഉറങ്ങാൻ പോയി. ഡെന്നി മുണ്ട് മടക്കി കുത്തി എഴുന്നേറ്റ് ഗൗരിക്ക് മുമ്പിൽ നിന്നു. നിന്നോടൊക്കെ ദൈവം ചോദിക്കൂടി തെണ്ടി, ഡെന്നി പല്ലിയടിച്ചുകൊണ്ട് പറഞ്ഞു. ഓ, ഞാൻ സഹിച്ചു, ഗൗരി പുച്ഛിച്ചു. മിഴി ഇതൊന്നും ശ്രദ്ധിക്കാതെ ലഡുവിനെ പീഡിപ്പിക്കുന്ന തിരക്കിലാണ്. ദേ ഒരുത്തി ഒരു ലഡുവിന് വേണ്ടി സ്വന്തം പപ്പയെ തള്ളി പറഞ്ഞു. ഡെന്നി മിഴിയെ നോക്കി പറഞ്ഞു. പപ്പ വേനു നല്ല രസണ്ട്. ഡെന്നി കയ്യിലിരുന്ന പൊടിഞ്ഞ ലഡു ഡെന്നിക്ക് നേരെ നീട്ടിക്കൊണ്ട് പറഞ്ഞു. ലഡു നീ പൊടി, നിന്നെ വിശ്വസിക്കാൻ കൊള്ളില്ല. അവൻ അതും പറഞ്ഞ് തിരിഞ്ഞകത്തേക്ക് നടന്നു. ലച്ചു അത് കണ്ട് അടക്കി ചിരിച്ചു. നന്ദന് ചിരിച്ചുകൊണ്ട് അകത്തേക്ക് നടന്നു. പോകുന്ന പോക്കിൽ ഗൗരിയെ കാലുകൊണ്ടും ചവിട്ടാനും മറന്നില്ല. ദേവാദിയരെ കിട്ടുമെന്ന് അവൾ അവൻ പോയ വഴിയെ വിളിച്ചു പറഞ്ഞു. ലച്ചു ആണെങ്കിൽ ഡ്രസ്സിൽ മൂത്ത് നിറയെ ലഡുവാക്കിയിരിക്കുന്ന മിഴിയെ ദയനീയമായി നോക്കി. റൂമിൽ അട്ട നോക്കി കിടക്കാണ്ട് എണ്ണി തിരിഞ്ഞു മറിഞ്ഞു കിടന്നിട്ട് ഉറക്കം ഏഴായാലത്തൂടെ വരുന്നില്ല. നന്ദ, എടാ നന്ദ, അവൻ നന്ദനെ തോണ്ടി വിളിച്ചു. എന്താണ്? ഉറക്കം മുറിഞ്ഞ ദേഷ്യത്തിൽ നന്ദൻ ചോദിച്ചു. എനിക്ക് വേദുവിനെ കാണും, അവളുടെ മോളുടെ അടുത്ത് കിടക്കണം, ഉറക്കം വരുന്നില്ലടാ, ഡെന്നി വിഷമത്തിൽ പറഞ്ഞു. ആ വെസ്റ്റ് ഒരുതി ചാടിതുള്ളി പോയിട്ടുണ്ട്, അവളുള്ളപ്പോ ആ പരിസരത്തേക്ക് പോകാന്ന് പൊന്നുമ വിചാരിക്കണ്ട, നന്ദൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു. ഒരു വഴിയുണ്ട്, നീ ഇവിടെ സഹകരിക്കണം, ഡെന്നി കയ്യിൽ തലതാങ്ങി അവൻ അഭിമുഖമായി കിടന്നോണ്ട് പറഞ്ഞു. എന്താണാവോ? നന്ദനും അതേപോലെ കിടന്നോണ്ട് ചോദിച്ചു. ഗൗരി ഇവിടെ കൊണ്ട് കിടത്താം, അപ്പൊ എനിക്ക് വേദുവിന്റെ അടുത്ത് കിടക്കാമല്ലോ, ഡെന്നി സന്തോഷത്തോടെ പറഞ്ഞു. ഇവിടെ എന്ന് പറയുമ്പോ? നന്ദൻ സംശയം കൊണ്ട് നെറ്റി വിളിച്ചു. നിന്റെ അടുത്ത്, ഡെന്നി വിളിച്ചുകൊണ്ട് പറഞ്ഞു. നന്ദന്റെ ആട്ടിൽ ഡെന്നി എഴുന്നേറ്റിരുന്നു. എടാ പ്ലീസ് എന്റെ മുത്തല്ലേ, ചക്കരയില്ലടാ, ഒന്ന് സമ്മതിക്കടാ, ഡെന്നി കെഞ്ചി. എടാ നിനക്ക് എന്താ, അവളെ ഞാൻ എഴുന്നേറ്റ പിന്നെ ഇവിടെ കൊലപാതകം നടക്കും, ഞാനൊന്നുമില്ല, നന്ദിനെ എഴുന്നേറ്റിരുന്നോട് പറഞ്ഞു. ഓ, അപ്പൊ നിനക്ക് അത്രയുള്ള അതിനുള്ള സ്നേഹം, മനസ്സിലായടാ, ഡെന്നി കണ്ണുടച്ചുകൊണ്ട് പറഞ്ഞു. മതിടാ മതി, വല്ലാണ്ടങ്ങ് അഭിനയിക്കലേ നീ, നന്ദൻ ഡെന്നിയെ പുച്ഛിച്ചുകൊണ്ട് പറഞ്ഞു. അപ്പൊ പോവാല്ലേ, ഡെന്നി പ്രതീക്ഷയോടെ ചോദിച്ചു. നടക്ക്, നന്ദൻ അവനൊന്ന് ഇരുത്തി നോക്കിക്കൊണ്ട് പറഞ്ഞു. അങ്ങനെ രണ്ടും കൂടി പമ്മി ലച്ചുവിന്റെ റൂമിലേക്ക് നടന്നു. മിഷൻ ഗൗരിയെ പൊക്കൽ. ശബ്ദമുണ്ടാക്കാതെ അവരകത്തേക്ക് കയറി. കട്ടിൽ കിടന്നുറങ്ങുന്ന ലച്ചുവിനെ കണ്ടതും ഡെന്നി വെള്ളമിറക്കി. ഓ, ദേ ഒരിക്കുന്നു, ഒന്ന് തുടക്ക്, നന്ദൻ അവനെ പുച്ഛിച്ചുകൊണ്ട് പറഞ്ഞു. പോടാ, നീ ആദ്യം പൊക്ക്, മിഴിയുടെ അപ്പുറത്തേക്ക് കിടക്കുന്ന ഗൗരിയെ ചൂണ്ടി ഡെന്നി പറഞ്ഞു.
നന്ദൻ ശബ്ദമുണ്ടാക്കാതെ അവർക്കരികിലേക്ക് നടന്നു. മുണ്ട് മടക്കി കുത്തി അവൻ ഗൗരിയെ പതിയെ കൈകളിലെടുത്തു. ഗൗരി ഒന്ന് ചിണുങ്ങിക്കൊണ്ട് അവന്റെ നെഞ്ചിലേക്ക് പറ്റിച്ചേർന്ന് കിടന്നു. ഓഹ്, മുടിഞ്ഞ വെയിറ്റാ പണ്ടാരത്തിന്. അതെങ്ങനെയാ അങ്ങനെയല്ലേ തീറ്റ? നന്ദൻ ഡെന്നിയോട് പറഞ്ഞു. ഒന്ന് കൊണ്ടുപോടാ. ഡെന്നി അവന് നേരെ കൈകൂപ്പി. നന്ദൻ പതി അവളെയും കൂട്ടി പുറത്തേക്ക് നടന്നു. അവര് പുറത്തെത്തിയതും ഡെന്നി വാതിലടച്ച് കുറ്റിയിട്ടു. മിഴിയെ നീക്കി കിടത്തി അവർക്ക് രണ്ടുപേർക്ക് നടുവിലായി അവൻ കയറി കിടന്നു. കണ്ണുകളടച്ച് ഒരു ചെറിയ പുഞ്ചിരിയോടെ കിടക്കുന്ന ലച്ചുവിനെ അവൻ പ്രണയപൂർവ്വം നോക്കി. മെല്ലെ അവളുടെ മുഖത്തേക്കായി അവൻ ഊതി. ലച്ചു ഒന്ന് ഞെരങ്ങിക്കൊണ്ട് കണ്ണു തുറന്നു. മുന്നിൽ ഇളിച്ചുകൊണ്ട് കിടക്കുന്ന ഡെന്നിയെ കണ്ടതും അവൾ ഞെട്ടിപ്പടഞ്ഞ് എഴുന്നേറ്റു. അവിടെ കിടക്ക് പെണ്ണെ, എങ്ങോട്ടേ ഓടുന്നത്? അവൻ അവളെ വലിച്ച് നെഞ്ചിലേക്കിട്ടുകൊണ്ട് ചോദിച്ചു. ഇച്ചായനെന്തെവിടെ? ഗൗരി എന്തിയെ? അവൾ ചുറ്റും നോയിക്കൊണ്ട് ചോദിച്ചു. അവളെ നന്ദം കൊണ്ടുപോയി. എനിക്ക് എന്റെ പെണ്ണിന്റെ അടുത്ത് കിടക്കേണ്ട ഉറക്കം വരുന്നില്ല. അവൻ അവളുടെ കഴുത്തിൽ ഇക്കിളി കൂട്ടിക്കൊണ്ട് പറഞ്ഞു. നന്ദേട്ടനോ? ലച്ചു സംശയത്തോടെ അവൻ നോക്കി. നീ നോക്കണ്ട, അവൾ അവനെ കയറി പീഡിപ്പിക്കുന്ന എന്റെ പേടി. ഡെന്നിയുടെ സംസാരം കേട്ടതും ലച്ചു ചിരിച്ചു. ഡെന്നി ഒരു ചിരിയോടെ അവളെ എടുത്ത് നെഞ്ചിലേക്ക് കിടത്തി. മറുകയാൽ മിഴിയേയും ചേർത്ത് പിടിച്ചു. തന്റെ പ്രാണന്റെ ഹൃദയതാളം കേട്ട് അവൾ മെല്ലെ ഉറക്കത്തിലേക്ക് വീണു. ഡെന്നി നിറഞ്ഞ സംതൃപ്തിയോടെ കണ്ണുകൾ അടച്ചു.